ബിഗ് ബോസിന്റെ ലൈവിൽ അപ്പോൾ ഇപ്പം നടന്ന സംഭവം എന്നാണെന്ന് വെച്ചാൽ മോയി കണ്ടില്ലേ, ആ സെയിം ഇഷ്യൂ തന്നെയാണ്. ജാൻമണിയും ഗബ്രിയും തമ്മിലുള്ള ഐസ്ക്രീമിന്റെ പ്രശ്നമായിരുന്നു. ഗബ്രി ഓൾറെഡി ഫ്രിഡ്ജിൽ ഐസ്ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 ദിവസമൊക്കെ കഴിഞ്ഞ് കൊതി തോന്നുമ്പോൾ പിന്നീട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇത് എന്റെ ഐസ്ക്രീം ആണെന്നൊക്കെ പറഞ്ഞാണ് ഗബ്രി ഫ്രിഡ്ജിൽ വെച്ചതെന്നാണ് പറയുന്നത്. ജാൻമണിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ജാൻമണി ഫ്രിഡ്ജിൽ ഇരുന്ന ഐസ്ക്രീം 2 സ്കൂപ്പ് കണ്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ജാൻമണി ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്ത് വായിൽ വെച്ച് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗബ്രി പറയുന്നത്, നിങ്ങൾക്കൊരു മര്യാദയില്ല, ആരോട് ചോദിച്ചിട്ട് ഐസ്ക്രീം എടുത്തത് എന്നോടൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഗബ്രി അപ്പോൾ ഷൗട്ട് ചെയ്യുന്നത് ജാൻമണിയോട്. ജാൻമണിക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ജാൻമണി അപ്പോൾ അത് ഐസ്ക്രീം കഴിച്ചില്ല. ജാൻമണി ഒന്ന് ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. ഒരാൾ അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ അത്ര ഒച്ചെടുത്ത് ഗബ്രി അത് പറയണ്ടായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോയി. നമ്മളോട് ഒരാൾ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും കഴിക്കില്ല. അതുപോലെ തന്നെയാണ് ജാൻമണിയുടെ കേസിലും സംഭവിച്ചത്. ഗബ്രിയോട് ചോദിക്കേണ്ടത് ഒരു മര്യാദയായിരുന്നു എന്ന് ഗബ്രി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ കഴിക്കണ മൊമെന്റിൽ ഗബ്രി കിടന്ന് ഒച്ചെടുക്കണ്ടായിരുന്നു എന്ന് തന്നെയാണ് തോന്നിയത്. അവിടെ ഗബ്രിക്കും ഒരു മര്യാദ കാണിക്കാമായിരുന്നു. ഓൾറെഡി ജാൻമണി ആയിട്ട് ഗബ്രിക്ക് ഇഷ്യൂ ഉണ്ട്. ഗബ്രിയും ജാസ്മിനും പവർ ടീമിൽ വെച്ച് ഋഷിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ ആ കാര്യം പറഞ്ഞത് ജാൻമണി ആയിരുന്നു ഋഷിയോട്. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആവുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഇഷ്ടക്കുറവ് എന്തായാലും ജാൻമണിയോട് ഉണ്ട് ഗബ്രിക്ക്. ജാൻമണി അത് കഴിഞ്ഞിട്ട് സിഗരറ്റ് റൂമിൽ പോയിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഫുഡ് കാണാതെ വന്നാൽ ഞാൻ ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്തതിനാണോ ഇവൻ കിടന്ന് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ജാൻമണി അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അപ്സരയും ജാൻമണി ഷെയർ ചെയ്തായിരുന്നു എടുത്ത്. അപ്സര എന്ന് ഗബ്രിയോട് സോറി ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഗബ്രിക്ക് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആവാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ ജാൻമണിയോട് അപ്സര പറയുന്നുണ്ടായിരുന്നു അവന്റെ ക്യാരക്ടർ അങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ ജാൻമണിനെ സമാധാനിപ്പിക്കാനായിട്ട്. പക്ഷെ അത് ഗബ്രിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ഓൾറെഡി തന്നെ ഗബ്രി നോറയായിട്ട് ഫുഡിന്റെ ഇഷ്യൂ, ഫുഡ് കൊടുത്തില്ല എന്നുള്ളൊരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ പുറത്തുള്ളവരും അല്ലെങ്കിൽ അകത്തുള്ളവരും ഒക്കെ തന്നെ ഗബ്രി ഫുഡ് കൊടുക്കില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ വരും എന്നുള്ള ഒരു പ്രശ്നം ഗബ്രിക്ക് ഉണ്ടായിരുന്നു. ഈ ഐസ്ക്രീമിന്റെ പ്രശ്നമാണ് വന്നപ്പോൾ ഗബ്രിക്ക് അത് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയി. അങ്ങനെയാണ് ഗബ്രി പിന്നെ അപ്സരയായിട്ട് വളരെയധികം ദേഷ്യപ്പെടുകയും അപ്സരോട് പറയുകയും ചെയ്തു, ഗ്രൂപ്പുകളെയാണ് കളിക്കുന്നത്, നേരിതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അപ്സരോട് വഴക്കുണ്ടാക്കിയത്. അപ്പൊ അത് അപ്സരയ്ക്ക് ഭയങ്കര അധികം വിഷമമൊക്കെ ഉണ്ടാക്കി. ഇന്നലെയൊക്കെ ജാസ്മിന് ഐസ്ക്രീം കിട്ടില്ല എന്നപ്പോൾ ലാസ്റ്റ് അപ്സരയായിരുന്നു ജാസ്മിനെയൊക്കെ സമാധാനിപ്പിച്ച് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്തത്. ഞാൻ 18 ഗ്രൂപ്പിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനോട് അപ്സര പറയുകയും അങ്ങനെ അപ്സര അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അതുപോലെ തന്നെ ജാൻമണി കരച്ചിലായിരുന്നു. പിന്നെ ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും ഒക്കെ തന്നെ കരച്ചിലായിരുന്നു. അങ്ങനെ ഫുൾ കരച്ചിൽ മയം തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്.